ഏതൊരു മനുഷ്യനിലും ഒരു സിനിമാ മോഹി ഉണ്ടാകും. അങ്ങനെ IFFK വേദിയിലെത്തുന്ന ഒരുപാട് പേർ. തനിക്ക് ചുറ്റും സിനിമയുണ്ടായിട്ടും ഒരു പടം പോലും കാണാതെ ടാഗോറിൽ നിന്നും എന്നും മടങ്ങും ബിന്ദു ചേച്ചി. ചെറുപ്പം മുതലേ സിനിമയെ സ്വപ്നം കണ്ടവൾ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തട്ടിത്തടഞ്ഞ് അവർ ശുചീകരണ തൊഴിലാളിയായി ഈ വേദിയിലെത്തി. സ്വന്തം സ്വപ്നങ്ങൾ അവർ മകനിലൂടെ നിറവേറ്റി. എങ്കിലും ഇന്നും ബിന്ദു സിനിമാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ആദ്യം ഞാൻ കൊച്ചിലേ കാണുമായിരുന്നു സിനിമയൊക്കെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷവും കാണുമായിരുന്നു. പിന്നെ ഇപ്പോഴേ പൃഥ്വിരാജിൻ്റെ പടം കണ്ടു. കൈരളി തിയേറ്ററിൽ പോയി. പൃഥ്വിരാജിൻ്റെ ഇപ്പം എനിക്ക് പൃഥ്വിരാജിനാണ് ഇഷ്ടം. മോഹൻലാലിൻ്റെ ഇഷ്ടമുണ്ട്, മമ്മൂട്ടിയെ ഇഷ്ടമുണ്ട്. അവരെയൊക്കെ ഇഷ്ടമാണ്. എന്നാലും ഇപ്പോൾ കൂടുതൽ ഇഷ്ടം പൃഥ്വിരാജിനാണ്. അവരൊക്കെ നമ്മളെ പോലെ വയസ്സായില്ലേ. എനിക്ക് പണ്ടൊക്കെ സജി സാറിൻ്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ടായത്. അങ്ങനെയാണ് മോനെ കയറ്റിയത്. പിന്നെ ഞാൻ അങ്ങ് മടിച്ച്. പിന്നെ ജോലിയൊക്കെ ആയി പിന്നെ അങ്ങ് മടിച്ച്. നല്ലതായിട്ട് പോണു. മോൻ മരിച്ചുപോയി. മോൻ മരിച്ചിട്ട് 4 കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലം വരണം. ജോലിക്കും കടുത്ത പ്രാരാബ്ധങ്ങൾക്കിടയിലും ബിന്ദു ചേച്ചിയുടെ സിനിമയോടുള്ള പ്രണയം മാഞ്ഞു പോകുന്നില്ല. ഒരവസരം കിട്ടിയാൽ ഭാഷാഭേദമന്യേ സിനിമ കാണാനും ചേച്ചി റെഡിയാണ്. IFFKയുടെ ഓളം ആസ്വദിച്ച് നായികയെപ്പോലെ അവർ നടന്നകലുകയാണ്. പ്രതീക്ഷകളും സിനിമയോടുള്ള ആഗ്രഹങ്ങൾക്കും ഒരു തരി കോട്ടം തട്ടാതെ. പ്രാർത്ഥന ശ്രീനിവാസൻ, കൈരളി ന്യൂസ്.